എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ്. ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട്, റീലോഡ് മീഡിയ റോസ്റ്റ് വീഡിയോ. യെസ്, ഏതറിയോ? ഏഴാട്ട്. എന്തായാലും ഒരുപാട് പേര് ലേറ്റസ്റ്റ് ആയിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ കുന്തി വന്നു അറിഞ്ഞൂടോ? ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം എനിക്ക് സന്തോഷ് വർക്കിന്റെ സംഭവം എന്തെങ്കിലും വന്നുകൊണ്ടാണോ? അതുകൊണ്ടാണോ സംശയമുണ്ട്. കാരണം കുറച്ചധികം ആൾക്കാർ ഇത് ഇൻസ്റ്റയിൽ സജഷൻ കുറേ പേര് അയച്ചു തരുന്നു ഇതിന്റെ റിയാക്ഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മളും ചെയ്തേക്കാം. ഓക്കെ ഓക്കെ. ഏഴാട്ട് ഏഴാമത്തെ ആട്ടാണിത്. തുടങ്ങി. Only for entertainment. Just for horror. मैंने राक्षसों के बारे में सुना था. I am enforcing the army and signing a death warrant of the biggest criminal in India. 2022 ഫെബ്രുവരി 18 രാവിലെ 4 മണി. അന്ന് 2 സംഭവങ്ങൾ നടന്നു. മലയാളത്തിലെ ഏറ്റവും കൂറപ്പടവും ജനിച്ചു, അവനും ജനിച്ചു. ഇത് ആരാടുകയാണ്. He is the biggest reviewer, he is the biggest Romeo, and this is the biggest cinematic issue. അവനക്ക് ചിന്ന ഒരു ആസേന പെരിയ ആസേ. ഏതാവത് ഒരു ഹീറോയിനെ കറക്റ്റ് പണി കല്യാണം പണി അവ കൂടെ കൂടുമ്പോ താങ്കൾ സ്ക്രിപ്റ്റിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. ഒരുപാട് മാറി. ഓ മൈ ഗോഡ്. പരച്ചുകൾ പച്ചവെള്ളം കൊണ്ട് വെച്ചിരിക്കുന്നു. വല്ല ടാങ്ക് നിലയ്ക്ക് വെച്ചോടേ. ബഡ്ജറ്റ് ഇല്ല സാർ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അണ്ണാറക്കണ്ണനെ പറ്റിയല്ല, അയാളാക്കി മാറ്റിയ ഏഴാട്ടിനെ പറ്റിയാണ്. കേരളത്തിൽ ആദ്യമായി ഫാൻ ഷോ കാരണം പൊട്ടിയൊരു പടം. പിന്നീട് കുറെ കാലത്തേക്ക് കേരളത്തിൽ ഫാൻ ഷോ നിർത്തലാക്കപ്പെടാൻ കാരണമായ പടം. ഇത്തരത്തിൽ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമായുള്ള ഒരു സിനിമയാണ് ഏഴാട്ട്. ഇനിയും കുറെ റെക്കോർഡുണ്ട്, അത് വഴിയെ പറയാം. സോ പടത്തിന്റെ കഥ നടക്കുന്നത് പാലക്കാട്ടെ മുതലക്കോട്ട എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. അവിടെയുള്ള ഏതൊരാൾക്ക് ഏതൊരു പാടം നികത്തണം. അതിന് നാട്ടുകാരൊന്നും സമ്മതിക്കില്ല. അപ്പോഴാണ് അവർ പാടം നികത്തലിൽ ഡിപ്ലോമ പാസ്സായ ഹീറോയെ ഇറക്കുക. സാക്ഷാൽ ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ. ഈ ക്യാപ്റ്റൻ ലീവൈ ഈസ് ഡേഞ്ചറസ് എന്നൊക്കെ പറയുന്ന പോലെ നെയ്യാറ്റിങ്കര ഗോപൻ ഈസ് ഡേഞ്ചറസ്. ദാറ്റ് എപ്പിക് ഹീറോ ഇൻട്രോ. తమ్ముడు నేను చాలా డేంజరస్. കണ്ട വഴി ഓൾറെഡി ഈ പേര് വെച്ച് തന്നെ ദിസ് ഫിലിം മാർക്സ് അനദർ റെക്കോർഡ്. അതായത് ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു കഥാപാത്രത്തിന്റെ പേര് ഒരേ സിനിമയിൽ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചു എന്ന റെക്കോർഡും ഈ സിനിമയ്ക്ക്. 92 വട്ടമാണ് ഈ പടത്തിൽ നെയ്യാറ്റിങ്കര ഗോപൻ എന്ന് പറയുന്നത്. ഞാൻ നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിൻകര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. എടോ നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. അങ്ങ് നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപന്. നെയ്യാറ്റിങ്കര ഗോപനി. അല്ല നെയ്യാറ്റിൻകര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിൻകര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപ. ഗോപൻ നെയ്യാറ്റിങ്കര. മിസ്റ്റർ നെയ്യാറ്റിൻകര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. എന്റെ നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കര ഗോപൻ. ആരാണ് നെയ്യാറ്റിങ്കര ഗോപൻ? നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. വെറും ഒരു നെയ്യാറ്റിങ്കര ഗോപൻ. ഈ നെയ്യാറ്റിങ്കര വെറും നെയ്യാറ്റിങ്കര ഗോപനല്ല. ആരാ ഈ നെയ്യാറ്റിങ്കര ഗോപൻ? നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിൻകര ഗോപൻ. സോ ബേസിക്കലി ഇവർ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് ഈ പേരും വെച്ച് വല്ല സീലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓരോ പേജിലും 1 വീതം 3 വട്ടം എന്ന് പറയുന്ന പോലെ അടിച്ചടിച്ച് വിട്ടിട്ടുണ്ടാവും. അല്ലാണ്ട് ഒന്നും എഴുതിത്തീരൂല. എന്നെ വിളിച്ചോ അയ്യന്റെ മോനെ, എന്റെ പൊന്നെ ഇറങ്ങിയേകറെ. ഈ പടത്തിലെ BGM ഇട്ടതാണ് തക തക തകാന്ന്, അല്ലാണ്ട് ടട്ടാക്കേ എന്നല്ല പറഞ്ഞു. ഒന്ന് കൊളുത്തരും. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് തിരിച്ചു പോണ വഴി റംബ്ലിങ്ങും കൊണ്ട് ആ നെയ്യാറ്റിങ്കര വഴി നിന്ന് പോയാൽ ഇത്തിരി ഉപകാരമായിരുന്നു. അങ്ങനെ പാടം നികത്താനായി വന്ന ഗോപൻ തന്റെ വിനോദങ്ങൾ തുടങ്ങും. അവളുടെ മെയിൻ വിനോദം വഴി പോണവരൊക്കെ കാലി വാരി നിലത്തടിക്കുക. ഇത് കൊലമാസ് അല്ല, കാലുമാസ്.
കാലുമായി നിലത്ത് അടുത്ത വിനോദം ഓടി നടന്ന് വെറുപ്പിക്കുക. ഇതാണ് അസഹനീയം. അയ്യോ വെടിവെച്ച് കൊല്ലും, തോക്കുണ്ട് മുനി, തോക്കുണ്ട്. പിന്നെ പൊതുയിടങ്ങളിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ നെടുന്തൂണാണ് ഗോപൻ. അനിയത്തി വീട്ടിൽ പോയി. മക്കളെ നിങ്ങൾ വിഷമിക്കല്ല കേട്ടാ, നിങ്ങളുടെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് ഈ ഗവൺമെന്റ്. പെണ്ണുങ്ങൾക്ക് കല്യാണമല്ല ഒരേ ഒരു ലക്ഷ്യം, സ്വയം പര്യാപ്തതയാണ് വേണ്ടത്. അതാണ് പൊളിറ്റിക്കലി കറക്റ്റ്. പക്ഷെ പൊതു അല്ലാത്ത ഇടങ്ങളിൽ നേരെ തിരിച്ചു. ഡബിൾ മീനിങ്ങിന്റെ ഏറ്റമാണ് ഗോപൻ. എന്ത് ചെയ്യല്ല, ഒറ്റ മൂലി വേണം. അണിഞ്ഞിട്ടും കിട്ടില്ലേ? റോസ്റ്റ് ആയിട്ട് പോലും കാണാൻ പറ്റുന്നില്ല. സത്യം സഹിക്കാൻ പറ്റുന്നില്ല. രുക്കുമണി വണ്ടി വരത് വാങ്കട വന്ദനം മണ്ണുകള ഓടി വന്ന് വണ്ടിയെ തടങ്കട. കമ്പി കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? പൊങ്ങുന്നുണ്ടോ അതോ പൊങ്ങുന്നില്ലേ? അതോ പൊങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നതാണോ? സോ ബീജം കിട്ടിട്ട് തലയുടെ വിളയാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അല്ല, തലയുടെ വേദാന്തം, വിവേകം, വിശ്വാസം, ഇതൊക്കെയല്ലേ ഉള്ളൂ വിളയാട്ടം. അടുത്ത പടത്തിന് പേരായിരിക്കും. അപ്പോഴാണ് ഗോപന്റെ ഫ്ലാഷ് ബാക്ക്. ആള് പഴയ ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു. ഫ്ലാഷ് ബാക്കിൽ 63 വയസ്സുള്ള ഗോപന് 56 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. രണ്ടരമ്മയാവും. വയസ്സൊക്കെ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് പോണത്. അങ്ങനെ പാഠം നികത്താമെന്ന ഗോപന്റെ അടുത്ത ലക്ഷ്യം എ റഹ്മാനെ കൊണ്ടുവന്ന് പഠിക്കുക. സോ ലൈഗർ പടത്തിൽ മൈക്ക് ടൈസനെ അപമാനിച്ചു വിടുന്ന പോലെ ഇതിൽ വെറുതെ ഇരിക്കുന്ന റഹ്മാനെ കൊണ്ടുവന്ന് അലമ്പാക്കി വിടും. അപ്പൊ ഇവിടെ തലയുടെ വിളയാട്ടം മാത്രമേ ഉള്ളൂ, ആ വെറുപ്പിക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല, അത് മെയിൻ വെറുപ്പിക്കൽ. അത് കഴിഞ്ഞുള്ള സെക്കൻഡ് ബെസ്റ്റ് വെറുപ്പിക്കൽ അവാർഡ് സ്വന്തമാക്കാനാണ് ഈ സിനിമയിലെ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ പെട്ടെന്ന് പരിശ്രമിക്കുന്നത്. ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ ദ സെക്കൻഡ് ബെസ്റ്റ് വെറുപ്പിക്കൽ അവാർഡ് ഗോസ് ടു ദിസ് പോലീസ് ഓഫീസർ ആൻഡ് ദ തേർഡ് ബെസ്റ്റ് ഗോസ് ടു ദിസ് വക്കീൽ. ദി ബെസ്റ്റ് സപ്പോർട്ടിംഗ് വെറുപ്പിക്കൽ അവാർഡ് ഗോസ് ടു ഓൾ ദ റിമൈനിങ് ക്യാരക്ടേഴ്സ് ഇൻ ദാറ്റ് പഞ്ചായത്ത്. അങ്ങനെ ആ നാടിന് മുഴുവൻ ഗോപൻ രക്ഷിച്ച ശേഷമാണ് വൻ ട്വിസ്റ്റ് വരിക. നമ്മൾ കരുതിയ പോലെ ആൾ വെറും ഒരു നെയ്യാറ്റിങ്കര ഗോപനല്ല. ഹീസ് ആൻ അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ. ഹീസ് ആൻ അണ്ടർവേൾഡ് ഡോൺ. ഞാൻ അന്വേഷിച്ചപ്പോ നെയ്യാറ്റിങ്കര ഗോപന്റെ ശാസ്ത്രീയ നാമം ഗോപ. എങ്ങനെ ഗോപാസുമാ നീ കണ്ട വഴി ഓടിട്. ഗോപാസുമാ നീ ഗോപാലിറങ്ങിന ഫാൻസ് ട്രീറ്റ് കണ്ണനു ട്രീറ്റ് ഇരുവരയില ഗോപൻ ഇരുന്നാ இந்த கதையில ஏஜന്റ് എക്സ്. യെസ്, ഹി ഈസ് ഏജന്റ് എക്സ്. പണ്ട് LCയിൽ ആയിരിക്കുമ്പോൾ ഏജന്റ് വിക്രത്തിന്റെ ഗ്യാങ്ങിലെ പാടം നികത്തൽ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഏജന്റ് എക്സ്. ആളെ റോളക്സ് അടക്കം തന്റെ പേര് റോൾ എക്സ് എന്നിട്ടത്. ഒരേ സമയം ഹി ഈസ് ദ അണ്ടർവേൾഡ് കിങ് ആൻഡ് എ സീക്രട്ട് ഏജന്റ്. ഇത് റിവീൽ ചെയ്യുന്ന സമയത്ത് കൊല ബീജമാണ്. സോ LCയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി കുറച്ചു കാലം ICUലായിരുന്ന ഏജന്റ് എക്സിന്റെ കളികൾ ഇനി അങ്ങ് UCUയിൽ. അയച്ചെന്നതിന് പറഞ്ഞിട്ട് വരില്ല. പക്ഷെ എന്താണെന്നറിയോ, വെറുപ്പിച്ച് പണ്ടാരടങ്ങുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. പകുതി കാണാൻ പറ്റുന്നില്ല. നമ്മളന്ന് അനുഭവിച്ചതിന്റെ ആ ഒരു ദാരുണാവസ്ഥ എന്താ സിദ്ദിഖനാട്ടോ ശരിക്കും അതിനകത്ത് വെറുപ്പിന്റെ. മോഹൻലാലിന്റെ ക്യാരക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വെറുപ്പിച്ച ആള് സിദ്ദിഖൻ. അയാളൊരു CI ആണ് അതിനകത്ത്. എന്തൊക്കെയാണ് അയാള് കാണിക്കുന്നത്? കുറച്ച് കൂടുതലേ ഫണ്ട് വരാൻ വേണ്ടിട്ട് കുറച്ച് കുട്ടിത്തം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ്. എന്റെ അമ്മയെ വെറുപ്പിച്ച് അന്ന് അത് തന്നെ സഹിച്ചില്ല. പിന്നെ ഇന്ന് അയച്ചന്ന് പിന്നെ എന്തായാലും റോസ്റ്റിംഗ് ആയതുകൊണ്ട് ഭീകര സാധനം ചെയ്ത എക്സ്ട്രീം ലെവലാണ്, പീക്ക് ലെവല്. സമ്മതിച്ചു കൂട്ടോ. അത്രയും മറ്റെന്താ പറയാ പേര് വിളിക്കുന്നത് നെയ്യാറ്റിൻകര ഗോപൻ ഒരു 92 കട്ട് ചെയ്തിട്ട് സമ്മതിക്കണം കേട്ടോ. ദൂരം എന്താ ലാസ്റ്റിലെ BGM. ഈ സിനിമയാണ് ഈ അടുത്ത് മറ്റേ
വന്ദനം പോലെ വർഷങ്ങൾക്ക് ശേഷം ശരിയാ പിന്നീട് സ്വീകരിക്കും. നല്ല തെറിയും പൊലയാട്ടും പറഞ്ഞിട്ടേ സ്വീകരിക്കുള്ളൂ, അല്ലാണ്ട് വേറെ രീതി സ്വീകരിക്കൂല. വന്ദനമൊക്കെ ഒരു മാസ്റ്റർ ക്ലാസ് പീസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സ്വീകരിക്കുന്ന സാധനമാണ്. ഇതൊക്കെയാണ് ഇനി വർഷങ്ങൾക്ക് ശേഷം സ്വീകരിക്കുന്നത്. തലക്കകത്തൊന്നുമില്ല, പിന്നെ പറഞ്ഞിട്ടേ അല്ല. എന്തായാലും റീലോഡ് മീഡിയ ഗംഭീരം, പൊളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, സൂപ്പർ, തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ. ബൈ. എന്താ സാധനം.